ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഇച്ചിരി വെയിൽ കൊള്ളാമെന്ന് ഓർത്തിറങ്ങിയതാണ്. ഇച്ചിരി വൈറ്റമിൻ ഡി ഒക്കെ ആവട്ടെ എന്ന് ഓർത്തു. അതിനുശേഷം വേണ്ട കുറച്ച് പച്ചക്കറി തോട്ടത്തിലേക്കൊക്കെ ഇറങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മാവ് മമ്മി അങ്ങ് വെട്ടിക്കളഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, ഭയങ്കര അപകടമായിട്ടിത് വളരുമായിരുന്നു. ആ മാങ്ങ മുഴുവൻ മമ്മി ഉപ്പിലിട്ടു. പിന്നെ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കുറച്ച് കൊടുത്തു. അങ്ങനെ ദേ കിടക്കുന്നു നമ്മുടെ പൂച്ച. വെയിൽ കൊള്ളാൻ ആശിനിറങ്ങിയിരിക്കുക. ആ മാവ് വെട്ടിയതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വീട്ടിൽ സഹായിക്കാൻ വരുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ അതെല്ലാം ഒതുക്കി. ഇനി അവിടെ വേറൊരു തൈയും കൂടെ വെക്കണം. ചൂടൊക്കെ വരുമല്ലേ. കുറേ ദിവസമായി ചെടികളെയൊക്കെ ഒന്ന് നോക്കിയിട്ട്. അങ്ങനെ ചെടികളെയൊക്കെ എല്ലാം ഒന്ന് നോക്കി. താഴത്തെ ആ പറമ്പിൽ മാവ് വെട്ടിയതിൻ്റെ അവിടെ ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കണമെന്ന് ഓർക്കുന്നു. ഇനിയിപ്പം കുറച്ച് ചെടികളുമൊക്കെ അവിടെ തന്നെ വെക്കണം എന്നൊക്കെ ഓർത്തിരിക്കുന്നു. അവിടെ മാവ് വെട്ടിയോണ്ട് എൻ്റെ ചട്ടികളെല്ലാം വേറെ പല പല സ്ഥലത്തേക്കാക്കി വെച്ചു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നോക്കി വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഇതേണ്ട എൻ്റെ ഒരു ചെടി കരിഞ്ഞു പോയി. വെള്ളം കൂടിപ്പോയതാണോ അതോ ഇനി ചൂടുകൊണ്ടാണോ ഒന്നും അറിയില്ല. ഇപ്പം ബൊഗൈൻവില്ല ഒരു ട്രെൻഡായിട്ട് വരുവാണല്ലോ. കുറേ ബൊഗൈൻവില്ല ഉണ്ട്. അത് ഈ മാവ് വെട്ടിയുണ്ട് അവിടെയൊക്കെ ആയിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. പോരാഞ്ഞിട്ട് ഞാൻ 2 ബൊഗൈൻവില്ല കൂടെ വാങ്ങിച്ചു. എന്ത് രസമല്ലേ. ഈ ഒരു ചൂട് സമയത്താണെന്ന് തോന്നുന്നു ഇത് ഇത്രയും പൂക്കുന്നത്. അങ്ങനെ